ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ യമുനയെ കാണാതെയുള്ള വിഷമത്തിലാണ് എല്ലാവരും നടക്കുന്നത്. എന്തായാലും യമുന എവിടെയുള്ളതാണെന്ന് നമ്മുടെ നിവിൻ കണ്ടെത്തുകയും നിവിന്റെ സംശയപ്രകാരം യമുന ഉള്ള സ്ഥലത്ത് തന്നെ അവർ എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ആ സമയത്ത് അവിടെ എത്തുമ്പോൾ വിശാലിനെ ചോദ്യം ചെയ്യുമ്പോൾ വിശാൽ പറയുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, യമുന ഒന്നും ഇവിടെ ഇല്ല എന്നൊക്കെ ആദ്യം നുണ പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും, അതായത് നമ്മുടെ നിവിനും ഇവനും കൂടിയിട്ട് വിനീതും കൂടിയിട്ട് തല്ലുകയാണ് വിശാൽ. എന്നിട്ട് അവരോട് ചെന്ന് അകത്ത് നോക്കാൻ പറയുന്നുണ്ട്, ഗംഗയോടും കാവേരിയോടും. അങ്ങനെ ഗംഗയും കാവേരി അകത്ത് ചെന്ന് അവിടെ ഒന്ന് നോക്കുമ്പോൾ റൂമിൽ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പെട്ടെന്ന് കാല് തടയുകയാണ്. അവളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാവേരിയുടെ കാല് തടയുന്നുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ യമുനയെ കട്ടിലിന്റെ അടിയിൽ ഒരു സ്ഥലത്ത്, ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു സ്ഥലം, അതിന്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. കുറെ സാധനങ്ങളൊക്കെ അവളുടെ മേലായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തി. അവൾക്കാണെങ്കിൽ ഒരു ബോധവും ഇല്ല, അങ്ങനെ കിടക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കാവേരിയും ഗംഗയും യമുനയെ അവിടെ നിന്നും താങ്ങി വലിച്ച് അവളെ അതിൻ്റെ അകത്തു നിന്ന് എടുത്തുകൊണ്ട് വരികയും ചെയ്യുകയാണ്. അപ്പൊ യമുന ഇവിടെ ഉണ്ട് എന്ന് കാവേരി നിവിനെയും വിനീതിനെ അറിയിക്കുമ്പോൾ അടിയുടെ ശക്തി കൂടുകയാണ്. അവനെ നല്ല രീതിയിൽ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് മറ്റു രണ്ടു പേർക്കും നല്ലത് കൊടുക്കുകയാണ്. അങ്ങനെ അവരെ തല്ലിച്ചതച്ച് ഒരു വിധത്തിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെയും കൊണ്ടുപോവുകയാണ്. ഈ പറയുന്ന വിനീതും നിവിനും അവരെയും കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ജയപാലിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ജയപാലിനോട് പറയുന്നുണ്ട്, നോക്കടാ, നിന്റെ മകനെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകർക്കാൻ നോക്കിയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് വിനീതും നിവിനും ഒക്കെ. അപ്പൊ അത് കേൾക്കുന്ന ജയപാലൻ നാണക്കേടാകുന്നുണ്ട്. ജയപാലൻ എന്നിട്ട് വിശാലിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇതിനൊക്കെ നിന്നത്, നിനക്ക് അവളോട് പ്രേമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് അവളോട് പ്രേമായിട്ടൊന്നല്ല, ഞാൻ അവളെ കൊണ്ടുപോയത് അച്ഛനോട് അവർ കാണിക്കുന്ന വാശിയും വൈരാഗ്യമൊക്കെ കണ്ട് ഞാൻ അതിനൊരു പണി കൊടുക്കാൻ വേണ്ടി പോയതാണ്, അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല എന്നൊക്കെ വിശാല് ജയപാലിനോടും അമ്മയോടൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും യമുനയെ കൊണ്ടുവരികയാണ് വീട്ടിലോട്ട്. ശാരദയാണെങ്കിൽ ഓടിച്ചെല്ലുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പോൾ മോളെ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അമ്മ ഇനിയൊന്നും ചോദിക്കണ്ട, ഇവൾ അകത്ത് കൊണ്ടുപോയി കെടുത്ത് എന്ന് പറഞ്ഞ അങ്ങനെ അവളെ അങ്ങനെ അകത്ത് കൊണ്ടുപോയി കൊടുത്തുന്നുണ്ട്. എന്തായാലും യമുനയുടെ ആദ്യത്തെ ആ ഒരു ചൊടിയും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാവുകയാണ്. അപ്പോൾ അവൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല, അവൾക്കൊരു നാണക്കേട് പോലെയൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു, നിനക്കൊന്നും പറ്റിയിട്ടില്ല, നിനക്കല്ല അവനാണ് കിട്ടേണ്ടത്, അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേ വേണ്ട, അങ്ങനെ നടന്നതായിട്ടൊന്നും ഓർക്കുക പോലും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവളെങ്ങനെ സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ജയപാലനും ഭാര്യയും കൂടിയിട്ട് വരികയാണ്. അപ്പോൾ പ്രമീയുടെ ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ് വരുന്നത് ജയപാലനും. അപ്പോൾ ആ സമയത്ത് ശാരദയും അമ്മയും അവിടെയുണ്ട്. അവർക്ക് ദേഷ്യം വരികയാണ്. ശാരദ ചൂലെടുക്കുന്നുണ്ട്. ആ ജയപാലിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശാരദ ചൂലെടുത്തിട്ട് അവിടെ നിന്ന് മാട്ടി ഇറക്കി പറഞ്ഞയക്കുകയാണ് ജയപാലിനെയും പ്രവീണയെയും ഒക്കെ. അങ്ങനെ ഒരു നാണം കിട്ടി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന കാവേരി നേരത്തെ തന്നെ തോട്ടത്തിന്റെ കാര്യത്തിന് വേണ്ടി ഒരു പെറ്റീഷൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SIക്ക് കൊടുത്തായിരുന്നു. SI അപ്പം തന്നെ അത് ജയപാലിന്റെ ആളായതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അത് ചവറ്റുകുട്ടയിലാണ് ഇട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ പേരിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവൾ ചെല്ലുന്ന സമയത്ത് കാവേരിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ ജയപാലിന്റെ ആളാണെന്നുള്ള കാര്യം. അപ്പം തന്നെ കാവേരി പറയുകയാണ്, ആരെന്തൊക്കെയായാലും ഞാൻ വിചാരിച്ച കാര്യം നടത്തിയെടുക്കും, അത് നിങ്ങളല്ല, നിങ്ങളുടെ മുകളിലത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടിട്ടായാലും, അതുകൊണ്ട് ഒരാളും അത് തേച്ചു മാച്ച് കളയാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ നമ്മുടെ ഇവളിങ്ങനെ പറയുകയാണ്, കാവേരി പറയുന്നുണ്ട്. അപ്പം എന്തായാലും പോലീസ് പേടിച്ചു പോവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിവിനോടുള്ള ഇത്തിരി സ്നേഹം അവൾ ഏതു നേരവും ഇങ്ങനെ നിവിനോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോൾ യമുനയെ രക്ഷിച്ചതിന് ശേഷം ചെറിയൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ നിവിനോട് തോന്നി തുടങ്ങുകയും ചെയ്യുകയാണ് നമ്മുടെ കാവേരിക്ക്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.